Hi. So welcome back to the psychological series. The part 2 ആണ്. So first the video is നമ്മൾ revenge trading, which is the worst thing that to have in trading. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് നമുക്കതിനെ പയ്യെ എലിമിനേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നമ്മൾ ഫോമോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഓർത്തു. സോ ഇഫ് യു ആർ ഹിയറിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതാണ് ഫോമോ. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫോമോ എന്നുള്ള ഫാക്ടർ വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ അതിനകത്ത് കയറിയില്ലെങ്കിൽ എനിക്കെന്തോ മിസ്സാവും എന്നുള്ളൊരു തോന്നലും കൂടിയാണ്. മിക്ക ബാഡ് ട്രേഡ്സും നമ്മൾ അനലൈസ് ചെയ്യുമ്പം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോമോ എന്നുള്ള ഫാക്ടർ കാരണമാണ് അത് സംഭവിക്കുന്നത്. സോ ഞാൻ എൻ്റെ പ്രീവിയസ് ട്രേഡ്സ് എല്ലാം തന്നെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ എടുത്ത ബാഡ് ഡിസിഷൻ എല്ലാം തന്നെ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടും ഈ ഫോമോ എന്നുള്ള ഫാക്ടർ കൊണ്ടുമാണ്. ഞാൻ എൻ്റെ ഐഡിയൽ സെറ്റപ്പ് ഇല്ലേ പോലും മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴത്തേനും ഞാൻ അതിനകത്ത് ഇപ്പോൾ കയറിയില്ലെങ്കിൽ എനിക്കെന്തോ വലിയൊരു പ്രോഫിറ്റ് നഷ്ടമാകാൻ പോവാണ് എന്നുള്ളൊരു തോന്നൽ. അത് കാരണമാണ് നമ്മൾ അതിനകത്ത് പോയി കയറുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ലോസ്, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ലോസ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴത്തേനും ഇപ്പം ഞാൻ അതിനകത്ത് കയറിയാൽ എനിക്ക് ഉടനെ തന്നെ ബാക്കി ആ എമൗണ്ട് പ്രോഫിറ്റ് അടിക്കുമ്പോഴത്തേനും എനിക്ക് ആ ലോസ് എല്ലാം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ കാരണം പോയി കയറുന്നതാണ് ഫോമോ എന്ന് പറയുന്നത്. സോ ഇതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ പേഷ്യൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫോമോ എന്നുള്ള ഫാക്ടർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. എന്നാലും വരും, ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ വരും. ബട്ട് അതിനെ കൺട്രോൾ വെക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ കൺട്രോളിലുള്ള കാര്യം തന്നെയാണത്. സോ ഈ ഫോമോ എന്നുള്ള ഫാക്ടറാണ് മെയിൻലി ലോസസ് സ്റ്റാക്ക് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഇല്ലാത്ത സെറ്റപ്പിനകത്ത് റഷ് ചെയ്ത് കയറാനാണെങ്കിലും നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നൊരു സാധനം. പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വേറെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മളെക്കാളും അച്ചീവ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ആണ്, നമ്മൾ പല ട്രേഡേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അവരെല്ലാം വെച്ച് അവരുടെ റിസൾട്ട് എല്ലാം അവർ സ്റ്റോറി ആയിട്ടിടും ബിക്കോസ് ഓഫ് ദെയർ എക്സൈറ്റ്മെൻറ്റ്. അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെടുക്കുന്ന വിൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. ബട്ട് നമ്മളത് കണ്ടിട്ട് നമുക്കൊരു തോന്നലുണ്ടാകും, ഞാൻ എവിടെയും എത്തുന്നില്ല. അപ്പം അവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദിസ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ടു, അത് ആ ഒരു ഇൻസെക്യൂരിറ്റിയും കൂടെ ഉള്ളിൽ കിടന്ന് നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ വീണ്ടും ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളവിടെ നമ്മുടെ സെറ്റപ്പ് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ പ്യുവർലി ഇമോഷൻ്റെ ബേസിൽ മാത്രമാണ് ആ ട്രേഡ്സിനകത്തെല്ലാം കയറുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കുളമാകുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ സെറ്റപ്പില്ലേ പോലും നമ്മൾ മാർക്കറ്റിനെ ചേസ് ചെയ്യുവാണ്, എയർലി എൻട്രീസ് എടുക്കുകയാണ്, ആൻഡ് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് ഒന്നും ഫോളോ ചെയ്യുന്നുമില്ല. സോ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫുൾ പ്ലാനെ കയ്യിൽ നിന്ന് പോകും. So if you cannot control it, you will lose a lot of money and you will be taking bad trades too. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ പ്രീവിയസ് ട്രേഡ്സ് എല്ലാം തന്നെ ഒന്ന് എടുത്തു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഫാക്ടർ കാരണമാണ് ഈ ഞാനിപ്പോൾ കയറിയില്ലെങ്കിൽ എനിക്കിത് മിസ് ഔട്ട് ആകും എന്നുള്ളൊരു തോന്നൽ കാരണം പോയി കയറിയതാണ് മിക്ക ഫെയിലിംഗ് ട്രേഡ്സ്. നിങ്ങളുടെ അനാലിസിസ് തെറ്റിപ്പോയിട്ട് 1-2 ട്രേഡ്സ് കാണുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ട്രേഡ്സ് കാണുമായിരിക്കും. ബാക്കി എല്ലാം തന്നെ ഈ ഒരു ഒറ്റ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എടുത്ത എൻട്രീസ് ആയിരിക്കും, അങ്ങനെ നിങ്ങൾ പോയി ലോസ് അടിച്ചതായിരിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി വളരെ റെയർ ആണ്, നമുക്കധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഫോമോ കാരണം പോയി ട്രേഡ്സിന് എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഈ ഒരു ഫോമോ എന്നുള്ള ഫാക്ടർ നമുക്ക് കൺട്രോളിൽ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാറുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബി പേഷ്യൻറ്റ് ഫസ്റ്റ് തിങ്. അതിൽ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ഹാർഡ്. അത് ഭയങ്കര പാടാണ് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടി. ബിക്കോസ് നമ്മൾ മാർക്കറ്റിനകത്ത് ഇരിക്കുമ്പം ഓഫ് കോഴ്സ് ഹ്യൂജ് റൺസ് ഒക്കെ കാണും. അപ്പം നമ്മളെ കയറ്റാതെ അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരാതെ പോകാന്നുള്ള തോന്നലൊക്കെ കാണും. സോ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാർക്കറ്റിനകത്ത്. സോ നമ്മുടെ ഐഡിയൽ സെറ്റപ്പ് കാണുന്നിടം വരെ ട്രേഡ് എടുക്കില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. അത് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 1-2 ട്രേഡ് നിങ്ങളെ കയറ്റാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയെങ്കിൽ പോലും മാർക്കറ്റിനെ ചേസ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ കയറണ്ട, നാളെ ഇനി ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നാളെ കയറിയാൽ മതിയല്ലോ. വൈ ഡു യു നീഡ് ടു റഷ് ഇറ്റ്? ഇന്ന് തന്നെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇന്ന് തന്നെ ഇന്നലത്തെ ലോസ് റിക്കവർ ചെയ്യണമെന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക. നാളെ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പം നാളെ ഞാൻ നോക്കിയിട്ട് എൻ്റെ സെറ്റപ്പ് അനുസരിച്ചിട്ടുള്ള ട്രേഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കയറാമെന്ന് ഡിസൈഡ് ചെയ്യുക. അന്നേരം തന്നെ നിങ്ങൾ പകുതി ബെറ്റർ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ ഫോമോ എന്നുള്ള ഫാക്ടർ നിങ്ങൾ പതിയെ എലിമിനേറ്റ് ചെയ്യുകയാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ടേക്ക് എ ട്രേഡ് എ ഡേ.
ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊക്കെ ഇപ്പം പ്രാക്ടീസ് ചെയ്ത് എനിക്കിപ്പോൾ കുഴപ്പമില്ല. എനിക്കൊരു ദിവസം ട്രേഡ് കിട്ടിയില്ലെങ്കിലും ഓക്കെയാണ്. ഇറ്റ്സ് എ വിൻ ആക്ച്വലി. നമ്മളോട് പൈസയൊന്നും കളഞ്ഞില്ല, പൈസ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്യാപിറ്റൽ അവിടെ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് കീ ഫാക്ടറാണ്. സോ അതും ഒരു വിന്നായിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ ചില ദിവസങ്ങളിൽ ഒരാഴ്ച എനിക്ക് 2-3 ദിവസം മാത്രം ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ ഒരു ഓപ്പർച്യൂണിറ്റി കുഴപ്പമില്ല, ഇന്ന് മാർക്കറ്റ് കൊള്ളത്തില്ല, നാളെ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാറുണ്ട്. ആൻഡ് അവനും അത് തന്നെ സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലൈക്ക് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. സോ നൗ ഇറ്റ്സ് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എനിക്കിപ്പം ഇന്ന് തന്നെ ഒരു ട്രേഡ് എടുക്കണം എന്നൊന്നുമില്ല. പയ്യെ അത് ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ കയറുക, കോൺഫിഡൻ്റ് ആയിട്ട് കയറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കാണുമ്പോൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഫോമോ കാരണം ഇപ്പോൾ കയറിയില്ലേ എന്തോ പറ്റും എന്നുള്ള രീതിയിൽ പോയി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ടും ഓപ്പർച്യൂണിറ്റീസ് എല്ലാ ദിവസവും ഉണ്ടെന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റണം. ആൻഡ് ഒരു മൂവ് മിസ്സായെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് റിക്കവറിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ആൻഡ് ബി പേഷ്യൻറ്റ്. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോമോ എന്നുള്ള ഫാക്ടർ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതും കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ബട്ട് ചാർട്ടിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഇത് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ ബുക്കിനകത്ത് എഴുതി വെക്കും, ഇന്നതാണ് റൂൾസ് എന്ന് എഴുതി വെച്ചാൽ പോലും ഞാനത് ഇടയ്ക്ക് തെറ്റിക്കാറുണ്ട്. അത് ഹ്യൂമൻലി ആണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ആർക്കും അത്രയും പ്രോപ്പർ ഡിസിപ്ലിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സം ടൈംസ് യു മൈറ്റ് ബ്രേക്ക് ഇറ്റ്. അപ്പം ഔത്തുനിന്ന് പഠിക്കുക, അതിന് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിച്ച് വെച്ചിരിക്കുക എന്നുള്ള ടാസ്ക്കാണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കാണും മാർക്കറ്റിനകത്തുനിന്ന്. മാക്സിമം നമ്മുടെ കൺട്രോളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ്. ആൻഡ് സ്റ്റോപ്പ് റഷിങ് ദ പ്രോസസ്. പയ്യെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ട്രേഡിങ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും ബെറ്റർ സെറ്റപ്സ് ഫോം ചെയ്യുന്നതും. അവർ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടല്ല ആ സമയത്ത് കയറുന്നത്. ദേ വിൽ ബി എൻട്രിങ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. സോ ആ സിസ്റ്റം മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. സോ ഈ ഫോമോ എന്നുള്ള ഫാക്ടർ എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോസസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് ഓപ്പർച്യൂണിറ്റീസ് എവറി ഡേ ആൻഡ് എവറി സെഷൻ. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ. So stop chasing the markets and trade your plan.